ഹലോ, സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് നമുക്കൊരു സേമിയ കൊണ്ടൊരു പുലാവ് ഉണ്ടാക്കാം. കുറച്ച് പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് ഒരു പുലാവ് ഉണ്ടാക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് സേമിയയാണ് എടുക്കുന്നത്. സേമിയ ഞാനൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. നീളമുള്ള സേമിയായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള പച്ചക്കറികളാണത്. സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ ഗ്രീൻ പീസ്, പച്ചമുളക്, കിഴങ്ങ്, ക്യാരറ്റ്, മല്ലി, പുതിന, 2 തക്കാളി ഒക്കെ ഒരു സുമാറ് അളവാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സവാള 2 എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണ് ആവശ്യമെങ്കിൽ അത്ര എടുത്താൽ മതി. അപ്പോൾ ആദ്യം സേമിയ ഒന്ന് വറുത്തെടുക്കാം. പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അവർക്ക് ഇഷ്ടപ്പെടും. ഏതാണ്ട് നമ്മൾ കുട്ടികൾക്ക് നൂഡിൽസ് ഇഷ്ടമാണല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിലുണ്ടാവുക. സേമിയ ഒന്ന് വറുത്തെടുക്കാൻ നമുക്ക്. വീഡിയോ ഞാൻ ലെങ്ത്ത് കുറച്ചിട്ടുണ്ട്. സേമിയ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുക്കണം ആയിരിക്കണം. ഇത് മാറ്റിയിട്ട് ഇനി നമുക്കിതിൽ തന്നെ സവാള വഴറ്റാം. ഞാൻ ഇഞ്ചി പച്ചമുളകും കൂടി ചതച്ച് വെച്ചത് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി പിന്നെ പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അതൊന്ന് പച്ചമുളക് ഇട്ടിട്ട് നമുക്കിനി പച്ചക്കറികളൊക്കെ ചേർക്കാം. അരിഞ്ഞ് വെച്ച് പച്ചക്കറികൾ ചേർക്കാൻ. സവാള നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. സേമിയ വറുക്കാനെടുത്ത ഓയിലിൽ ബാക്കിയുള്ളത് തന്നെയാണ് എടുത്തത്. പിന്നെ ഇനി ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം നമുക്ക്. ക്യാരറ്റും ബീൻസും കിഴങ്ങും ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാൻ ഒന്ന് കുറയ്ക്കുകയാണ് ഇതിൽ, എരിവ് ജാസ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. തക്കാളി ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി പിന്നെ ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട്, ഉപ്പും. ഗരം മസാലയിൽ കുറച്ച് മുളകും, മല്ലി, ഗ്രാമ്പൂ, പട്ട, ഇതെല്ലാം കൂടി പൊടിച്ച് വെച്ച പൊടിയാണ്. അപ്പോൾ അതൊരു സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും. നമുക്കൊന്ന് അടച്ച് വേവിക്കാം. ഏതാണ്ട് പകുതി വേവാകുമ്പോൾ നമുക്ക് വറുത്ത് വെച്ച സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സേമിയ ഒന്ന് നന്നായിട്ട് വേവുന്നത് വരെ നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് കത്തിക്കാം.
ഏതാണ്ട് വെന്ത് കഴിഞ്ഞിരിക്കുന്നു. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ രണ്ട് മല്ലിയില വെച്ചിട്ടൊന്ന് അലങ്കരിക്കാം.